പണ്ട് ചിലര് പറയാറുണ്ടായിരുന്നു, സുന്നികളിൽ തന്നെയുള്ള ചില ചതിയന്മാരാകുന്ന ചിലരുണ്ട്. ഒന്നിരിക്കെ അവർക്ക് വഹാബിസം അവരുടെ മനസ്സിലുള്ളത് കൊണ്ടോ അല്ലാത്ത പല കാരണങ്ങളാലോ പണ്ടുണ്ടായിരുന്ന ആലിമീങ്ങൾ പല സന്ദർഭങ്ങളിലായി പറഞ്ഞ ചില വിഷയങ്ങൾ സുന്നികളുടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എതിരാണെന്ന് കണ്ടാൽ അവർ തന്നെ കുത്തിപ്പൊക്കി അതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴുണ്ട് എന്ന് പല ഉസ്താദുമാരും പറയുന്നതായി കേട്ടിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിനെ പോലെയുള്ളവരെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്നാണ് ഇദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത്. ഒന്ന് കേട്ടു നോക്കി. ഇപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അനാവശ്യമായിട്ട് വെളിച്ചം ജ്വലിപ്പിച്ച് നിർത്തുക തുടങ്ങിയിട്ടുള്ള സംഗതികളെ പരമസാത്വികനായ അത്തിപ്പറ്റ ഉസ്താദിനെ പോലുള്ള ആളുകൾ എതിർത്തിട്ടുണ്ട്. ഈ ആരോപണം ഉയർന്നു വന്ന സമയത്ത് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള മഹാന്മാരുടെ വിയോജിപ്പുകൾ പുറത്തു കൊണ്ടുവന്നിരുന്നല്ലോ. ദുർവ്യയത്തെയാണ് എതിർക്കുന്നത്. ഒരു പ്രദേശത്ത് നബിദിനത്തോടനുബന്ധിച്ച് ഭക്ഷണത്തിന് പ്രയാസമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പുണ്യകർമ്മമാണ്. ഇദ്ദേഹത്തിന്റെ ഔദാര്യം, ഭക്ഷണത്തിന് പ്രയാസമുള്ള സ്ഥലത്ത് മാത്രമേ ഈ നബിദിനത്തിന് ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ, എന്നാൽ അത് പുണ്യകർമ്മമാണ്. എൻ്റെ സാറേ, ഭക്ഷണത്തിന് പ്രയാസമുള്ള സമയമാണ് എങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് പ്രയാസമുള്ളവരാണെങ്കിൽ നബിദിനത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ പാടില്ല. അത് പുണ്യകർമ്മമല്ല, നിർബന്ധമായ കർമ്മമാണ്, നിർബന്ധമായ കാര്യമാണ്. കേവലം ഒരു പുണ്യകർമ്മമാണ്, ചെയ്താൽ നല്ലതാണ് എന്ന നിലക്ക് പറഞ്ഞു വിടേണ്ട ഒന്നല്ല. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നബിദിനത്തിന് കാത്തു നിൽക്കരുത്, കൊണ്ടുപോയി കൊടുക്കണം ഭക്ഷണം. അതല്ലാതെ സ്വന്തം കലോത്സവം, കുട്ടികൾ ചെയ്യുന്ന തോന്നിവാസം, ഒന്നിരിക്കെ സിനിമയിലേക്ക് പോലും എത്തിപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന നാടകങ്ങൾ പോലും അരങ്ങേറുന്ന നിങ്ങളുടെ കലോത്സവം പോലത്തതിന് ലക്ഷക്കണക്കിന് എന്നല്ല കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ അതുകൊണ്ടുള്ള ക്യാഷ്, അതിന് വേണ്ടി ചെലവഴിക്കുന്ന ക്യാഷ് ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് കൊണ്ടു കൊടുക്കണം. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അവിടെ നിന്ന് കൊടുക്കുന്ന ഭക്ഷണവും ബിരിയാണി മറ്റുള്ളതെല്ലാം ഒഴിവാക്കി അതെല്ലാം പാവപ്പെട്ടവർക്ക് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണെന്ന് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം മുസ്ലിമീങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ നബിദിനത്തിന് വേണ്ടി കാത്തു നിൽക്കാറില്ല, അത് മുഴുവൻ സമയം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു തആല നിങ്ങളെ നന്നാക്കട്ടെ.